മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത് നിക്ഷേപം തുടർന്നാൽ മാത്രമാണ് ആ ആവറേജ് കോസ്റ്റ് കുറഞ്ഞു വരുള്ളൂ. പിന്നീട് മാർക്കറ്റിൽ ഒരു റിക്കവറിയും റാലിയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. യു ഹാവ് നോട്ട് ലോസ്റ്റ് സിംഗിൾ റുപ്പി. യു ഹാവ് ഗോട്ട് വെരി ഗുഡ് റിട്ടേൺസ്. 10 ഇയർ ആണെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ അതിന് വേണ്ട പണമായി ഈ SIP ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എന്ന് ഉള്ളൊരവസ്ഥ വരികയാണെങ്കിൽ യു ക്യാൻ സെൽ, യു ക്യാൻ റിഡ്യൂം, ടേക്ക് ദ മണി, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് പൊതുവേ ബാധകമായിട്ടുള്ള ചില ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളത്. ഇവിടെ പറയുന്നത് ഒരൊറ്റ ഡോണ്ടിനെ കുറിച്ചാണ്, എന്ത് ചെയ്യരുത് എന്നുള്ളത്. പൊതുവേ മാർക്കറ്റിലൊരു കറക്ഷൻ ഉണ്ടാവുമ്പോൾ, മാർക്കറ്റ് ഒരു ബെയർ ഫേസിലേക്കൊക്കെ പോകുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു വലിയ അബദ്ധം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് നിർത്തുക എന്നുള്ളതാണ്. സിപ്പുകൾ ഒരിക്കലും നിർത്തരുത്. സിപ്പിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. പ്രത്യേകിച്ച് മാർക്കറ്റ് വീക്ക്നെസ്സിൻ്റെ സമയത്ത്, മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത് നിക്ഷേപം തുടർന്നാൽ മാത്രമാണ് ആ ആവറേജ് കോസ്റ്റ് കുറഞ്ഞു വരുള്ളൂ. പിന്നീട് മാർക്കറ്റിൽ ഒരു റിക്കവറിയും റാലിയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. സിപ്സ് തുടരുകയാണെങ്കിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. നമുക്കൊരു 3 ഇയർ 4 ഇയർ ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാം. ഈ ഡേറ്റയിൽ കാണിക്കുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫണ്ട്സ് ആണ്. അതിൽ ലാർജ് ക്യാപ് ഫണ്ട് ഉണ്ട്, മൾട്ടി ക്യാപ് ഫണ്ട് ഉണ്ട്, മിഡ് ക്യാപ് ഫണ്ട് ഉണ്ട്, ഫ്ലെക്സി ക്യാപ്, സ്മോൾ ക്യാപ്, വാല്യൂ, അഗ്രസീവ്, ഹൈബ്രിഡ്, ബാലൻസ്, അഡ്വാൻറ്റേജ്, ഈ എല്ലാ കാറ്റഗറിയിലും പെടുന്ന ഫണ്ടുകളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന റിട്ടേൺസ് 3 ഇയർ റിട്ടേൺസ്, 5 ഇയർ റിട്ടേൺസ്, 10 ഇയർ റിട്ടേൺസ് ആണ്. പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഇത് ആവറേജ് റിട്ടേൺസ് ആണ് എന്നുള്ളതാണ്. ഇത് ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ട് അല്ല എടുത്തിരിക്കുന്നത്, വേർസ്റ്റ് പെർഫോമിംഗ് ഫണ്ടും അല്ല എടുത്തിരിക്കുന്നത്. ആവറേജ് റിട്ടേൺസ് ആണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ICICI പ്രൂ ലാർജ് ക്യാപ് ഫണ്ടോ നിപ്പോൺ ലാർജ് ക്യാപ് ഫണ്ടോ എടുക്കുകയാണെങ്കിൽ ഈ റിട്ടേൺസ് ഇതിൽ കൊടുത്തതിനേക്കാളും കൂടുതലായിരിക്കും. നമ്മളിവിടെ ആവറേജ് റിട്ടേൺസ് മാത്രമേ എടുത്തിരിക്കുള്ളൂ. അപ്പോൾ സിപ്പ് റിട്ടേൺസ് നോക്കി നോക്കൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആണ് 7th June 2026. എന്താ റിട്ടേൺസ്? 5 ഇയർ റിട്ടേൺസ് നോക്കി നോക്കൂ. ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ 7.55% റിട്ടേൺ, ആവറേജ് 5 ഇയർ റിട്ടേൺ. ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിൻ്റെ 11.76% റിട്ടേൺ, മൾട്ടി ക്യാപ് 12.2, മിഡ് ക്യാപ് 14.8, ഫ്ലെക്സി ക്യാപ് 9.85, സ്മോൾ ക്യാപ് 14.08, വാല്യൂ ഫണ്ട് 11.37, ഈവൻ ഹൈബ്രിഡ് ഫണ്ട്, റിസ്ക് കുറവുള്ള ഹൈബ്രിഡ് ഫണ്ട്, അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് 8.83%. വീണ്ടും റിസ്ക് കുറവുള്ള ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് 8.44%. 10 ഇയർ റിട്ടേൺസ് നിങ്ങൾക്ക് കാണാൻ, ഞാനത് വായിക്കുന്നില്ല. റിട്ടേൺസ് ആർ മച്ച് ബെറ്റർ. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ കോവിഡ് ക്രാഷിന് ശേഷം മാർക്കറ്റിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക, സിപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. എനിക്കറിയാം ഒരുപാട് പേര് സിപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ചില ഡോക്ടേഴ്സൊക്കെ വളരെ പ്രൈവറ്റ് പ്രാക്ടീസ് ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊന്നും സമയമില്ല നേരിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കാനൊക്കെ തന്നെ. സോ ദേ ഇൻവെസ്റ്റ് ഓൺലി ഇൻ SIPs, ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ 5 ഇയർ റിട്ടേൺ നോക്കി നോക്കൂ, ഓൾമോസ്റ്റ് ഓൾ ആർ ഇൻ ഡബിൾ ഡിജിറ്റ്സ്. അതിൻ്റെ ബെസ്റ്റ് പെർഫോമിംഗ് എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള ടേക്ക് അവേ, ഇതിൻ്റെ എന്താ പ്രധാനമായിട്ടുള്ള കൺക്ലൂഷൻ എന്താ? ദർ ഈസ് നോ റിസ്ക് അറ്റ് ഓൾ. ജിയോജിത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വർഷങ്ങളായി റെക്കമെൻഡ് ചെയ്യുന്ന 2 ഫണ്ടുകൾ മാത്രം ഉദാഹരണം ആയിട്ട് എടുക്കുന്നു. ICICI പ്രൂ ലാർജ് ക്യാപ് ഫണ്ട്, പഴയ ICICI ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. പിന്നെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഇതിൽ ICICI പ്രൂ ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ സിപ്പ് റിട്ടേൺ 14.5% CAGR. HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ സിപ്പ് റിട്ടേൺ കഴിഞ്ഞ 10 വർഷം എടുക്കുകയാണെങ്കിൽ 17.2% CAGR. These are excellent returns. There is no risk. You have not lost 1 rupee. പല നിക്ഷേപകരും ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായി, കാശ് പോയി,
കടമായി എന്ന് പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കുക. ഇഫ് യു ആർ എൻ ഇൻവെസ്റ്റർ or if you have been an investor in systematic investment plans in these categories of funds during the last 5 years, you have not lost single rupee. You have got very good returns. 10 year ആണെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട്. ഞാൻ 5 year മാത്രമാണ് പറയുന്നത്. 6 month നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാവാം, പുവർ റിട്ടേൺസ് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഒരു മിനിമം 3 year പെർസ്പെക്റ്റീവ് വേണം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറയുന്നത് വീണ്ടും ഇതാണ്: കണ്ടിന്യൂ വിത്ത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്, നെവർ സ്റ്റോപ്പ് SIPs നിർത്തുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ മാത്രം അതായിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. നിങ്ങളൊരു 7 കൊല്ലം 8 കൊല്ലം മുമ്പ് ഒരു SIP തുടങ്ങി, ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ആ SIP തുടങ്ങിയത്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസമാവാം, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കേണ്ട കാര്യമായിരിക്കാം. അപ്പോൾ അതിന് വേണ്ട പണമായി ഈ SIP ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എന്ന് ഉള്ളൊരവസ്ഥ വരികയാണെങ്കിൽ യു ക്യാൻ സെൽ, യു ക്യാൻ റിഡ്യൂം, ടേക്ക് ദ മണി, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്, ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് ഗോൾസ്. അല്ലാതെ മാർക്കറ്റ് കുറഞ്ഞു, മാർക്കറ്റ് വീക്കായി, അതുകൊണ്ട് SIPs പോസ് ചെയ്യുക അല്ലെങ്കിൽ SIPs നിർത്തുക, ഉള്ളത് റിഡീം ചെയ്ത് പോവുക എന്നുള്ള അബദ്ധം കാണിക്കരുത്. ദിസ് ഈസ് an experience from all the market corrections. Continue to sip and grow rich. Thank you.